അഭിമുഖത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പം സ്വന്തം സിനിമയ്ക്ക് ശേഷം എനിക്ക് പിന്നെ മലയാള സിനിമ കിട്ടുമോ എന്ന് പേടിച്ചു, അതായത് അവസരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇപ്പൊ റിലീസായിരിക്കാം, ഇപ്പോഴാ പേടിയുണ്ടോ? ഇല്ല, ഞാൻ ആ പേടിനെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എന്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്. അത് ഞാൻ അതിലൊരു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ് ചെയ്തായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനാണ്. ഒരു കുറെ കാലത്ത് മിസ്സാവുന്ന ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് ഡയലോഗുകളൊക്കെ കേട്ടിരുന്നത്. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം മുട്ട പപ്സ് പൊടി നിലത്ത് വീഴാതെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തിയേറ്റർ മൊത്തം കൈയടിക്കുകയാണ്. ഭയങ്കര ഒരു ഇറപ്ഷൻ മൊമെന്റ് ആയിരുന്നു അത്. അതുപോലെ ഇപ്പൊ പ്രേതത്തിനുണ്ടായ കുട്ടിയെ പ്രേത കുഞ്ഞ് എന്ന് വിളിക്കുന്നതിലൊക്കെ ഭയങ്കര തമാശയുണ്ട്. അപ്പൊ ഈ റൈറ്റിംഗില് എത്രമാത്രം ഇങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളാണ്, എന്നാൽ വലിയ ചിരികളാണ്, അങ്ങനത്തെ റൈറ്റിംഗിന് എത്രമാത്രം അങ്ങനെ എംഫസിസ് കൊടുത്തിരുന്നു? നമ്മള് ഹ്യൂമർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് നമുക്ക് ആദ്യമേ ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഷാഫുവിനോട് സംസാരിക്കാൻ, ഐശ്വര്യോട് സംസാരിക്കാൻ നേരത്തും നമ്മൾ ഹൊറർ എന്ന് പറയുന്നത് രണ്ടാമതാണ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അല്ലെങ്കിൽ ഫാന്റസി എന്ന് പറയുന്നത് ഹ്യൂമർ എന്ന് പറയുന്നത് വർക്കാണ്. ഇപ്പൊ ഐശ്വര്യക്കാണെന്ന് പറഞ്ഞാൽ ആദ്യമേ ഹ്യൂമർ എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ ചോദ്യചിഹ്നം കിട്ടും. പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡയലോഗ്സ് ഓട്ടോമാറ്റിക്കലി വർക്ക് ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള കോണ്ടസ്റ്റും അതിനുള്ള അവസരങ്ങളും ആക്ടേഴ്സിന് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇന്ന് റിവ്യൂ വരുന്നതിൽ എല്ലാവരും എടുത്ത് പറയുന്ന ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ആ സിറ്റുവേഷനിൽ ഇത്രയും കഴിവും ഇത്രയും ഇതുമായിട്ടുള്ള ആക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കാകുന്ന ഹ്യൂമറുകളാണ് അതെല്ലാം. അവിടെ ചെറിയൊരു കാര്യം, ഇപ്പൊ ചെറിയ പബ്സിന്റെ കേസ് പറയുന്നുണ്ട് കേരളത്തിലെ, അത് എല്ലാവർക്കും റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളും കൂടെയാണല്ലോ. അതുപോലെ തന്നെ മലയാളത്തിൽ പറയുന്നുണ്ടല്ലേ, കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ പാടാണെന്നുള്ള സാധനം കുറെ പേര് സൈഡിലൊക്കെ ഇന്ന് അറിഞ്ഞ് കൈയടിക്കുന്ന കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് സിറ്റുവേഷൻസ് വൈസ് വന്നതാണ്. ഇപ്പൊ ഈ കഥ ഇപ്പൊ ഷില്ലോങ് പോലൊരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ പ്ലേസ് ചെയ്താലും സമാനമായിട്ടുള്ള ഭീതിയും സമാനമായിട്ടുള്ള കഥയും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഷിംല പോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ആൾക്കാരും ഞാൻ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ലിബർട്ടി കൂടുതൽ കിട്ടും, നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത്. തമിഴ്നാടോ അതല്ലെങ്കിൽ നമുക്ക് പരിചയമായിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് മാറ്റിപ്പിടിക്കുക. പ്ലസ് നമുക്ക് ആക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഒരു ഫേസ് അല്ല സ്ട്രക്ചർ ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത്. അങ്ങനെയാണ് സണ്ണി ഹിന്ദു ജസാറിലേക്ക് പോവുക. ആഷാബ എന്ന് പറയുന്ന ക്യാരക്ടർ ഫോമായി വരികയും ചെയ്തേക്കുന്നത്. എനിക്ക് വിശ്വാസം തിയേറ്ററിലൊക്കെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ആഷാബ എന്ന് പറയുന്ന ക്യാരക്ടറിന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഓൾറെഡി, പക്ഷെ ഒന്നുകൂടെ ചിലപ്പം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് ആഷാബ എന്ന് പറയുന്നത്. മമ്മിയുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് മമ്മി എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയത്? ഇപ്പൊ അമ്മയും